ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്താ വിശേഷം? അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഈ ബേളയിലെ കൊടുക്കിട്ടിട്ട് ടുട്ടും പോകണ്ടോട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇക്രയിലേക്ക് പോകാൻ ഇറങ്ങിയതാ. അവ ചെവി ഇങ്ങനെ ആക്കുക, പക്ഷെ കരയുന്നൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ആക്കുക. എന്താണെന്ന് പാവം ചൊറിയോ എന്തോ ഉണ്ടോയെന്ന് അറിയാമല്ലോ. പിന്നെ അതുപോലെ മിന്നുവിൻ്റെ ഉപ്പാൻ്റെ കാല് ഏകദേശമൊക്കെ മാറിയിരിക്കുക, പക്ഷേ ചെക്കപ്പിന് ചെയ്യാനില്ലാണ്ട് ദിവസം ഇന്ന്. അപ്പോൾ എല്ലാവരെയും കൂടി ഒരു വണ്ടിയിൽ അങ്ങ് പോയാൽ മതിയല്ലോ. വെവ്വേറെ പോകണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരെയും കൂട്ടി പോവുകയാണ്. നമ്മളെ പുരയിലല്ല, ഊട്ടിക്കല്ല. പണ്ട് നമ്മളെ നാട്ടിലൊരു കാക്ക ഉണ്ടായിരുന്നു. മൂപ്പരെന്ന് പറഞ്ഞാൽ ഒരു കടയാണ്. അപ്പോൾ കട ഷട്ടർ ഇട്ടിട്ട് പൂട്ടിയിട്ട് 2-3 കിലോമീറ്റർ അങ്ങോട്ട് നടന്നിട്ട് എന്നെയും തിരിച്ചു വന്നിട്ട് പിന്നെയും ഒന്നുകൂടി പൊക്കി നോക്കും പൊങ്ങുന്നുണ്ടോ, അതായത് സംശയം. അതുപോലെ ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കിയത് കേട്ടോ. നമുക്ക് പോവാം, വേഗം. നേരം പോകുന്നില്ല, സമയം കുറേ ആയി. നമ്മൾ ഇക്രയിലെ രാഹുൽ ഡോക്ടറെയാണ് വാവനെ കാണിക്കല്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ മാറി കാണിക്കുന്ന സീനാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്നുണ്ട്, അവിടെ തന്നെ പോകണം. അടുത്ത് വേറെ ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ, മരിക്കിനാറ്റോ കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ, ഏത് ദിവസമാണെന്നൊക്കെ നിങ്ങൾ പറയട്ടോ. അങ്ങനെയാണ് ചെറിയ ബുദ്ധിമുട്ടിനൊന്നും അങ്ങേക്ക് പോകണ്ടല്ലോ. മരിക്കിനിയോ കക്കോടിയോ പാലത്തോ അല്ലെങ്കിൽ പറമ്പിൽ വസാറിലാറ്റോ നമുക്ക് മച്ചക്കുളത്തുനിന്ന് പോകാൻ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടർമാരുണ്ടേ. നമ്മളെ ഈ നാട്ടുകാരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, എന്നാൽ പോയി വരാം. എൻ്റെ അമ്മേ, അയച്ചുകളായിരുന്നു ഇപ്പോൾ കണക്കിന് കിട്ടും. നിങ്ങളെന്താക്കിയതാ ഇത്രയും നേരം വെകിയില്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് പോവാ. ഞാനിവിടെ എത്ര മണിക്ക് വന്നിക്കാന്ന് അറിയാം? 2 മണിക്കൂറായി ഇവിടെ വന്നിട്ട്. എൻ്റെ ആരാ? അപ്പോൾ നമ്മൾ കുടുംബസമേത ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇതെന്തെല്ലാം കൊണ്ടുവന്ന അവിടെ നിൽക്കുവാനേറ്റം പോവുക. എന്നാ പോവാ. റമീസ് വരുന്നില്ല. റമീസ് ഇത് ഹോസ്പിറ്റലാന്ന് പേരാ ഉള്ളൂ. ഇവർ ടൂറാറ്റാൻ പോകാൻ ഇറങ്ങിയതാ. ഇനി വരുന്നോ? കറങ്ങാനുള്ള പൊക്കാറ്റാ, വെറുതെ വരുന്നോ? ഇനി എന്താ സ്കൂളിൽ പോവാഞ്ഞേ? പനിയാ? അത് ശരി. എന്നാ നടന്നോ? എന്ത് ദിക്കിയാ? ഡോക്ടറെല്ലാം ഡോക്ടറെ ബൈക്ക് പോയിക്കുണ്ടാവും കേട്ടോ. നമുക്ക് മറ്റേ അഷ്റഫ് ഖാനോട് വാങ്ങാം. അതാടുന്ന് വാങ്ങാം, നല്ലൊരു കൊട. കുറച്ച് മുമ്പോട്ടാക്കണോ? കുറച്ച് മുമ്പോട്ട് ആവേ കുരു കുരു. എനിക്ക് തന്നെയാണ് ചെവി വേന, വലത് ചെവിക്കാലാ. ഏതാ ഇക്കാ? ഇതെന്തല്ല അമോശം പണി തന്നതാ. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ബില്ല് നോക്കി കണ്ടെത്തണം. ഇതെല്ലാം അന്ന് വാങ്ങിയത് എക്സ്ട്രാ വന്നതാ. ബില്ല് കിട്ടിയാലല്ലേ. ഇതൊക്കെ കാലിന് കെട്ടുന്നതാണ് കേട്ടോ. ബാക്കി വന്നിട്ട് തിരിച്ചുവിടെ എടുക്കുമോ നോക്കാൻ വന്നേ. പിന്നെ നിങ്ങളെ ഇതെല്ലാം കൊടുത്തിട്ട് മൊത്തം 920 ഉറുപ്പ്യ കിട്ടിയേക്ക്. എനക്കെത്ര കമ്മീഷേ? ഞാൻ 900 എത്ര ഉണ്ടായിനു. അപ്പൊ ഇതാ ഇത് എനിക്കെന്തിനാ കമ്മീഷൻ തരുന്നേ? ഇപ്പൊ ഇതാ നിർബന്ധിച്ചിട്ട് അത് കൊടുക്കെന്ന് പറഞ്ഞതിന് കുറച്ച് ഇടങ്ങാറായിക്കെങ്കിലും ഇതാ. ഇല്ലല്ല, വെടിക്ക് എന്നാ പോവാ. വണ്ടി പോവാ. ഫുഡൊന്നും അടിക്കണ്ട, അവിടെ വെച്ചേ. ഫുഡ് നമുക്ക് വാങ്ങാം. പോവാ 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 നമുക്ക്. ഏതാ ഓനിങ്ങനെ നിർത്തിയിടുകയും ചെയ്യാറുണ്ട്. ഓനിങ്ങനെ പോണം. അപ്പൊ അതെ, ഏത് കവറോ? കവറിങ്ങൊക്കെ വേണോ? ഞാൻ പിന്നെ ഇത്ര ഇതുപോലെ തന്നല്ല, കവറിങ്ങോട് ഓലോട് എടുത്തോന്ന് പറഞ്ഞു അല്ലേ. കഷ്ടപ്പെട്ട് ഓല് ബില്ലെല്ലാം നോക്കി കണ്ടുപിടിച്ചോ, കൊറേ മെനക്കെട്ടിക്കോല്. അങ്ങനെ കിട്ടിയതാ. എന്തായാലും 1000 ഉറുപ്പ്യ ആയതുകൊണ്ട് മെനക്കെട്ട നന്നായിക്ക്. ഞാൻ വിചാരിച്ചിട്ട് 200 ഉറുപ്പ്യ. അന്ന് ഓർമ്മയില്ലേനു എത്രക്കാ വാങ്ങിയെന്നൊന്നും.
അതെ എന്നാ പിന്നെ ഇൻഷാ അല്ലാ ഇവിടുന്ന് മൂവ് ആകുകയാണ്. അപ്പോൾ വാവക്ക് പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അവന് ചെവി ഇങ്ങനെ ചെറിച്ചിൽ പോലെയാണ്. ഇവക്കാന്ന് ഭയങ്കര ടെൻഷൻ. ഞാൻ കുളിപ്പിച്ചിട്ടായിരിക്കുമോ അല്ലേ, ഇനി കുളിപ്പിച്ചിട്ടായിരിക്കുമെന്നാ ഇവളെ ടെൻഷൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും അല്ല എന്ന്. എനിക്ക് സമാധാനമായോ? നീ ധൈര്യമായിട്ട് വാവനെ കുളിപ്പിച്ചോ. ഒരു ചെറിയൊരു പഞ്ഞി വെച്ചാൽ മതി അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ. എന്തിനാ പേടി? ആന്നില്ല ചെറിയൊരു പഞ്ഞി വെച്ചാ മതി എന്നാ പറഞ്ഞേ. അതിന്റെ ഇതുപോലെ അഥവാ അങ്ങോട്ട് വലിയ പഞ്ഞി വെക്കണം, ചെറിയ കഷ്ണമല്ല വെക്കുക. വലിയ വെച്ച അവനുള്ളിലായാലോ വലിച്ചേ കിട്ടുമല്ലോ. ചെറിയ കഷ്ണം വെക്കുമ്പോ അടങ്ങാറ്. എന്നാ പിന്നെ നമ്മൾ ഇന്ന് പിന്നെ 900 ഉറുപ്പ്യക്കുള്ള ഫുഡ് അടിയാണ്. നമ്മൾ ഏതാ ഏറ്റവും പിന്നെ വില കൂടിയ ഹോട്ടലിൽ കയറല്ലേ പാവേ? പാവേ ഇന്ന എന്റെ എന്റെ ആരാ ഇന്ന് നമുക്ക് ഫുഡ് ഉണ്ട്. എനിക്കെന്നാ വേണ്ടിയേ? അൽഫാമാ? അവൻ അൽഫാമാ വേണ്ടിയാണ് പറഞ്ഞേ. എന്നാ പോവാ നല്ലോണം ഓർഡർ ചെയ്ത് ഉപ്പാൻ്റെ ചിലവായിന്ന് 900 കിട്ടിയതിന് 2000 ബില്ലാ കൂടെ. നല്ല മുളയാട്ടോ. അപ്പോൾ മുമ്പിലൊക്കെ മുള വേണ്ട നിങ്ങൾക്ക് തണുക്കുണ്ടോ? പാവക്കല്ലേ ഓഫ് ചെയ്തോളൂ അല്ലേ? അത് ശരിയാ. ബൈ. ഹലോ, ഈ ഫാൻ ഓഫ് ആക്കി. എനിക്കെന്നാ വേണ്ടിയേ? ബിരിയാണിയാ? അത് കഴിഞ്ഞിട്ട് വേറെയാ? ഉപ്പുണ്ട് കീശ തപ്പി നോക്കുന്നത് ഓർഡർ. മര്യാദക്ക് ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ചിലവുണ്ടാവില്ലേ? വെറുതെ ഇവലോടി കാരി കുടുങ്ങി. ഇൻഷാ അല്ലാഹ് ബിരിയാണിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം എല്ലാവരും നല്ല ഇങ്ങനെയുണ്ട്, നല്ല അടിയാ എല്ലാവരും. ഒരു ബിരിയാണി കൂടി വേണോ? ഒക്കെ മതി. ഒന്നാനോ ആവേ ഇതാ അവാർഡ് രണ്ടും ഒന്ന് തന്നെയാ. നമ്മൾ ചോദിച്ചു ഇത് വേറെ അത് വേറെയാണ്. നോക്കുമ്പോൾ രണ്ടും ഒന്നാ. അതെ അല്ല, നല്ലൊരു ഇതാണല്ലേ അത്. ഇഷ്ടം നല്ല വേറെ വേറെയാന്നാ വിചാരിച്ചത്, പക്ഷെ രണ്ടും ഒന്നാ. അതിനുള്ളിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ. പോവാ ഞാൻ എടുക്കണാ? അപ്പോൾ ഇവരെന്തൊക്കെയോ വെള്ളീൻ്റെ സാധനമൊക്കെ അവർക്ക് വാങ്ങിക്കിട്ടാം. അതെന്താ നമുക്ക് വേറെ വീഡിയോ കാണിച്ചു തരാം അല്ലേ? പിന്നോ അത് തന്നെ, അത് സെപ്പറേറ്റ് വീഡിയോ അല്ല എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് പറഞ്ഞാൽ കേൾക്കണ്ടേ. എനക്കെന്തുണ്ടോ വെള്ളീൻ്റെ? എനക്കൊരു മാല ഒരു വളയും വേണം വെള്ളീൻ്റെ. എനിക്ക് വേണം ഒരു മോതിരോ. മോതിരം 3000 ഉറുപ്പ്യല്ലേ ഉള്ളു. ഇഞ്ചി അവ അടുത്ത് എൻ്റെ ഓഗസ്റ്റ് 25 വരാൻ പോവാ. ഞാൻ നോക്കി വെച്ചേ. നീ പൈസ തന്നാ മതി. മിസ്സേ, എനിക്ക് ഈയിടെ ആയിട്ട് ബുദ്ധി ലേശം കുറയുന്നുണ്ട്. അടുക്ക് അതിനെ ഇതാ ബ്രഹ്മി ഹണി. പൊട്ടെന്ന് ഒപ്പിയാ എനിക്കറിയാലോ. ഇതാ ബ്രഹ്മി ഹണി. ഇതാ പിടിച്ചോളെ, പൊട്ടെന്ന് ഒപ്പിയാ. തേനും ബ്രഹ്മിയും കൂടി മിക്സ് ആയിട്ടുള്ളതാ. ബുദ്ധി വളർച്ചയ്ക്ക് വളരെ നല്ലതാ. ഓക്കെ, കൗണ്ടർ വന്ന് അത് പ്രൊമോഷൻ കിട്ടിയ പ്രൊഡക്റ്റാ. അങ്ങനെ ഇതേപോലെ പ്രൊമോഷൻ കിട്ടുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതെന്നാ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ. ഇതുപോലെ ഇവിടെ ഇപ്പം 4 കുപ്പി കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർ വീതിച്ചെടുക്കുന്ന. ഇതെന്നാ കൊതുക് തിരിയായിട്ട് നടക്കുന്നത്? ഓനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവർക്ക് അങ്ങോട്ട് പോയിക്കുന്ന അതും കൊണ്ടുപോയിക്കാം. അധികം കൊതുകിൻ്റെ വായിലടച്ചാളാ. അത് എന്താ എനിക്കേതാ വണ്ടിയെ? എനിക്ക് ബുദ്ധി വളർച്ച ഉണ്ടല്ലോ അല്ലേ? എനിക്ക് വേറെ എന്തെന്നാ എന്താ വേറെ ഉണ്ട്. മറ്റേ റോസ് കീഴാർന്നല്ലേ വേറെ. എന്താ ഇത് റോസാണ്. ഇതാ എനക്ക് മറ്റേ ഇത് മതി ഒന്നിൻ്റെ, മറ്റേ ബ്ലാക്ക് സീഡ്.
ഇതിഞ്ഞെടുത്തോ ഇതാ. ഓക്കെ, ഇത് ഉപ്പാക്ക് കീഴാർന്നല്ലി. എനിക്ക് വാനോ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഇവിടുത്തെ അവസ്ഥ, എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു തരട്ടെ. കാണും എന്തെന്നാ മന എഴുതിയെന്നല്ല നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതാ ഇതൊക്കെ കഴുകി ഇങ്ങനെ നിരത്തി വെച്ചതാ. അന്ന് ചേച്ചി ഇവിടെ വർക്കിന് വന്നീനല്ലോ, ഇപ്പോൾ കഴുകിയിട്ട് ഇങ്ങനെ എല്ലാം നിരത്തി വെച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. റൂമിൻ്റെ അവസ്ഥ ഇതാ, ബെഡിൽ എല്ലാം ഭാര്യ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടേ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പെണ്ണുങ്ങളില്ലാത്ത വീടിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ. സീന തന്നെയാണ്. അപ്പോൾ പിന്നെന്താ വിശേഷം? എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് ഓളെ കുഞ്ഞിനെ കൊണ്ടുവരണം എന്നുള്ള, പക്ഷെ ഓരോരോ മുടക്കങ്ങളാണ്. എന്താ ചെയ്യാല്ലേ, ഇവിടെ ക്ലീനാക്കുന്ന ഒരു ടീം വരും എന്ന് പറഞ്ഞിട്ട് ഒരു വന്നില്ല. അതാ ഇപ്പോൾ പണി കിട്ടിയ. നോക്കാം, പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ മറ്റുള്ള കാത്തു നിൽക്കുവാനും ആകുന്നില്ല. വല്ലാത്തൊരവസ്ഥ തന്നെ. അപ്പോൾ ഓക്കെ, ശരി, ബൈ, ഗുഡ് നൈറ്റ്.